ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ചധികം നാളായില്ല ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്തിട്ട്. ഇന്നാണെങ്കിൽ ഞാൻ 5 മണിക്ക് ഉറക്കം എണീച്ചിട്ടുണ്ടായിനി, പുലർച്ചയ്ക്ക് ഉറക്കം ഞെട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെ ഇത്രയും കൂളായിട്ട് മുറ്റടിക്കുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ കാലിനൊരു ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിനി. കാലിന് ചെറുതായിട്ട് എല്ലിനൊരു പൊട്ടൽ വന്നുകൊണ്ട് തന്നെ ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിനി. ഇപ്പം കാലം ഓക്കെയാന്ന്, ഇപ്പം അത്ര പെയിനൊന്നും ഇല്ല. ആ ബാൻഡേജ് അയച്ചു. ഇപ്പം നല്ല വൃത്തിയിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ആദ്യ നാളെ നമുക്ക് ഒട്ടും നടക്കാനേ പറ്റുന്നുണ്ടായിട്ട്, ഒരാളെ സഹായില്ലാണ്ട് എണീച്ച് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ട്. ഇപ്പോൾ ഓക്കെയാന്ന്, ഇപ്പോൾ പെയിനെല്ലാം മാറി പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇന്ന് വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. സ്വതവേ എനിക്ക് ഡേ ഇൻ മൈ ലൈഫെല്ലാം വീട്ടിലെല്ലാവരും ഇല്ല ദിവസം എടുക്കാനാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. ഇന്ന് പിന്നെ ഞാൻ കുറേ ആയല്ലോ എടുത്തിട്ട്. വീട്ടിലാണെങ്കിൽ ഇപ്പം അങ്ങനെ ആരും ഉണ്ടാവില്ല, ഞായറാഴ്ചയെല്ലാം മാത്രമേ ആൾക്കാരുണ്ടാവും. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും അമ്മയും മാത്രമേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കൂടുതലും നമ്മളിടയിലെ അടുക്കള പണി, അതായത് രാവിലത്തെ പലഹാരം, ഉച്ചക്കത്തെ ഭക്ഷണം, അങ്ങനെയുള്ള ഐറ്റംസ് ആക്കുന്ന വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 3 ദിവസം അടുപ്പിച്ച് നല്ല ശക്തമായ മഴ ആയതുകൊണ്ട് തന്നെ കണ്ടത്തിലെല്ലാം നല്ലപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഈ മഴക്കാലത്തെല്ലാം രാവിലെ എണീക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ മഴക്കാലത്തിൽ നമുക്കിങ്ങനെ പൊതച്ചു മൂടി കിടന്നുറങ്ങാൻ തോന്നും. അതുകൊണ്ട് തന്നെ ഇപ്പിപ്പായിട്ട് എണീക്കാനെല്ലാം ഞാൻ കുറേ വൈകലുണ്ട്. ഇന്ന് എന്തേന്നറിയില്ല, രാവിലെ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഒരു 5 മണി 5:15 ആ ഒരു സമയം ആകുമ്പോഴെല്ലാം ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞെട്ടിയതല്ല, അപ്പോൾ എണീച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റെല്ലാം അടിച്ച ശേഷം ഞാൻ നേരെ വിളക്ക് വെക്കാൻ പോയി. ഇന്ന് ഞാൻ നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ വിളക്ക് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കുളിക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ് ഉണ്ടായത്. എനിക്കിപ്പോൾ ആ തണുപ്പ് പോയിട്ടില്ല. മുറ്റത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറുന്നുണ്ട്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ രാവിലെ നല്ല തണുപ്പാണ്. ഇന്നലെ രാത്രിക്കും നല്ലപോലെ മഴ പെയ്തിട്ടുണ്ടായിനി. രാവിലെ ആകുമ്പോഴേക്കും കുറച്ച് കുറഞ്ഞു, രാത്രിക്ക് നല്ല മഴയാണ് ഉണ്ടായത്. അങ്ങനെ രാവിലെ എണീച്ച് ആ തണുപ്പിന് തന്നെ ഞാൻ കുളിച്ചു. ആദ്യം ചൂടുവെള്ളം വേണമെന്നുള്ള മൈൻഡിലുണ്ടായിനി. പക്ഷെ ഞാൻ ഫസ്റ്റ് എണീച്ചുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒറ്റക്ക് പോയി ചൂടുവെള്ളം വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചു. ചൂടുവെള്ളം വെക്കണമെങ്കിൽ അച്ചച്ചൻ വെക്കണം. അച്ചച്ചൻ രാവിലെ എണീച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കും. അച്ചച്ചനും അമ്മമ്മയും ചൂടുവെള്ളത്തിലാണ് കുളിക്കല്. ബാക്കി നമ്മ എല്ലാവരും അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം വെള്ളം വെക്കും, അല്ലാത്ത പക്ഷെ നമ്മ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കല്. അങ്ങനെ ഒരു 6:15 ഞാനിതാ വിളക്ക് വെച്ചു. ഇതിനുള്ളിൽ കയറുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ആശ്വാസം കിട്ടുന്നൊരു സമയം ഈ ഒരു രാവിലെയും വൈകുന്നേരം വിളക്ക് വെക്കുന്നൊരു സമയമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സമയം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ കയറുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖമാണ്. മെയിനായിട്ട് ആ ഒരു കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഞാൻ ജവാന്ത് ഇടലുണ്ട് ഈ പൂജാമുറിയിൽ. അപ്പം അതിൻ്റെയും ഇതെല്ലാം കൂടിയിട്ടില്ല ഒരു മണം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അമ്പലത്തിൽ പോയാൽ കിട്ടുന്ന അതേ ഒരു ഫീലാണ്. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയൊരു ഫീലാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കുറിയെല്ലാം തൊട്ടു. ഈ ജവാന്തു എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. ജവാന്തു എന്ന് പറഞ്ഞാൽ അതൊരു തരം പൊടിയാണ്. നമ്മൾ അമ്പലത്തിലെല്ലാം പോകുമ്പം ഒരു പ്രത്യേക തരം മണമില്ല. ആ ഒരു മണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടൊരു എനർജി കിട്ടിയൊരു ഫീലാണ്. അതായത് ചന്ദനം, കർപ്പൂരം ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു മണം. അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടൊരു മണം ഒരു കുഞ്ഞൊരു ഡബ്ബയിൽ, ഇതെൻ്റെ കയ്യിലില്ല, ഒരു കുഞ്ഞു ഡബ്ബയിൽ ഒരു പൊടിയായിട്ട് കിട്ടും. നല്ലൊരു മണാണത്. അത് നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മളെ കയ്യിലും കഴുത്തിലും ഡ്രസ്സിലെല്ലാം ആക്കി കൊടുത്താൽ നല്ലൊരു മണമാണ്. ഞാൻ മുന്നേ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഈ ജവാന്തുവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയിട്ട് കാണുക. ഞാനിത് ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായത്. ചെറിയ റേറ്റേ ഇല്ല. എന്നെപ്പോലെ ഈ ഒരു മണെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതായത് ഈ ഒരു അമ്പലത്തിൻ്റെയും ചന്ദനത്തിൻ്റെ എല്ലാം മണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും മേടിച്ചു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവർക്കെല്ലാം ഈ ഒരു മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാനിത് കൊണ്ടുവന്ന സമയത്ത് ഒരു 4 കുഞ്ഞളവിലായിട്ടാണ് ഇത് കിട്ടിയിട്ടുണ്ടായത്. ഒരു കുഞ്ഞളവാണ്, പക്ഷെ കുറച്ച് മതി. കുറച്ച് എടുത്താൽ തന്നെ നല്ല മണം ഉണ്ടാകും. അത് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ 4 ഒരു കുഞ്ഞളവിലാണ് മേടിച്ചിട്ടുണ്ടായത്. ഒന്ന് അങ്ങനെ അമ്മമ്മയുടെ ഡ്രസ്സിൽ ഫുൾ എടുത്തിട്ട് അമ്മമ്മയുടെ റൂമിൽ കയറുമ്പോഴേക്കാനുണ്ട് നല്ലൊരു മണം. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മോള് കൊണ്ടുവന്നില്ല ഒന്നും ഞാൻ എടുത്തിട്ട് എൻ്റെ ഡ്രസ്സിനും അച്ഛൻ്റെ ഡ്രസ്സിനും ഫുൾ എടുത്തിട്ടുണ്ടെന്ന്. അത്രയും മണമാണ്. ആ റൂമിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. രാവിലെ വിളക്ക് വെക്കുന്ന സമയത്ത് ഈ പൂജാമുറിയിൽ ചെമ്പരത്തിയുടെ പൂവെല്ലാം വെക്കലുണ്ട്. പക്ഷെ ഇന്ന് ചെമ്പരത്തിയുടെ പൂവ് ഒന്നും പിടിച്ചിട്ട് കാണുന്നില്ല. പിന്നെ കുറച്ച് അങ്ങോട്ടേക്കായിട്ട് ഉണ്ട് പൂവ്. പക്ഷെ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ചളിയും വെള്ളത്തിൽ ചവിട്ടേണ്ടി വരും. എനിക്കാണെങ്കിൽ കുളിച്ചുകൊണ്ട് ചളിയിൽ ചവിട്ടാൻ മടിയായതുകൊണ്ട് തന്നെ ചെമ്പരത്തി പൂവ് വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് തുളസി മാത്രം പറിച്ചെടുത്തു. ഈ തുളസി പറിക്കുന്നതിനിടയിലാണ് ഞാൻ കണ്ടത്തില് 2-3 നെയ്ച്ചിങ്ങ കണ്ടത്. നെയ്ച്ചിങ്ങ എന്ന് പറഞ്ഞാൽ അട്ടക്കുടു എന്നെല്ലാം പറയുന്നവരുണ്ട്.
ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്ത സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചത് ചേച്ചി നെയ്ച്ചിങ്ങ എന്ന് പറഞ്ഞാൽ ഒച്ചാന്നോന്ന്. ഒച്ചൊന്നല്ല കേട്ടോ, നെയ്ച്ചിങ്ങ വേറെ ഒച്ച് വേറെ. ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ കണ്ടത്തിൽ കുറേ നെയ്ച്ചിങ്ങ ഉണ്ടാവും. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ അപ്പുറത്തെ വില്ലേജിൻ്റെ വീട്ടിൽ നിന്നും നമ്മ എല്ലാവരും അത് കണ്ടത്തുനിന്ന് പറക്കിയിട്ട് വറവാക്കലുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. പണ്ട് മുതൽ എനിക്ക് നെയ്ച്ചിങ്ങ പെറുക്കാൻ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. ആകാംക്ഷയാണ് ആർക്കാന്ന് ഫസ്റ്റ് കിട്ടല്, എത്ര വലിയ നെയ്ച്ചിങ്ങാന്ന് കിട്ടല്. അതുകൊണ്ട് തന്നെ എനിക്ക് പെറുക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇന്നലത്തെ മീൻകറി ഉണ്ടായത് കുറച്ചൊന്ന് വറ്റിച്ചതാണ്. അപ്പം ഇന്ന് വീട്ടിൽ ദോശയും അതുപോലെ ചമ്മന്തിയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ എണീച്ചാടും ഒരു ഗ്ലാസ് നല്ല ചൂട് വെള്ളം കുടിക്കും. അങ്ങനെ ഞാൻ വെള്ളം എടുത്തിട്ട് നേരെ പുറത്ത് പോയിട്ടിരുന്നു. കുഞ്ഞാവേണമെങ്കിൽ എണീച്ചിട്ട് അവള് കുളിക്കുക. അവൾക്ക് നിന്ന് തലശ്ശേരിയിലേക്ക് പോകാനുണ്ട് അവളെ ഫ്രണ്ടിൻ്റെ ഒപ്പരം. അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് റെഡിയാവുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലും വെള്ളം വേണം. എനിക്ക് ഭയങ്കര ദാഹമാണ്. ഞാൻ ഇടക്കിടക്കേ വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് ഇടുന്ന് കുഞ്ഞാവൊന്നും വെള്ളം കുടിക്കുകയില്ല. എത്ര കുടിക്കുമെന്ന് പറഞ്ഞാൽ അവള് വെള്ളം കുടിക്കൽ നന്ന കുറവാണ്. എൻ്റെ കാല് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ എനിക്കിപ്പോൾ അത്ര വലിയൊരു പെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് സമ്മതിക്കുമെന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് എന്തായാലും പിടിച്ച് ഡോക്ടറെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ ഇപ്പം അത്ര വലിയൊരു പെയിനൊന്നും ഇല്ല. പെയിൻ ഫുള്ള് പൂർണ്ണമായിട്ട് പോയി. ഇനി വീണ്ടും ഞാൻ കട്ടിലിൻ്റെ ആ ഒരു സൈഡ് കടന്നാൽ വീണ്ടും കാൽ അതുപോലെ മുട്ടും. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഞാൻ ആ സൈഡ് ഞാൻ കിടക്കലില്ല. എനിക്ക് ഈ ഒരു ചുമര് സൈഡ് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചുമര് സൈഡും എൻ്റെ അപ്പുറം കുഞ്ഞിൻ്റെ അപ്പുറം അച്ഛൻ്റെ അപ്പുറം അമ്മ, അങ്ങനെയാണ് കിടന്നുറങ്ങല്. പക്ഷേ ഈ കാല് മുട്ടിന് ശേഷം ഞാൻ ആ ചുമര് അരുവത്ത് അച്ഛനെ ആക്കി. ഇത്രയും വലുതായിട്ടും എന്തിനും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം തന്നെ കിടക്കുന്നതെന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വേറെ റൂം ഇല്ലാഞ്ഞിട്ടല്ല, വേറെ റൂമുണ്ട്. പക്ഷെ മെയിനായിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് അച്ഛനും അമ്മയും അപ്പുറത്തെ റൂമിൽ നമ്മളെ കിടക്കാൻ വിടൂല. നമ്മളിവിടെ തന്നെ കിടന്നാൽ മതി പറയും. അച്ഛൻ ഇപ്പോൾ കുഞ്ഞാനോട് പറയുന്നൊരു കാര്യമാണ്, കുഞ്ഞാ കല്യാണം കഴിക്കണ്ട, നമുക്കെപ്പം നമ്മൾ 4 ആൾ ഇങ്ങനെ ഒരുമിച്ച് തന്നെ കിടക്കണം, കുഞ്ഞാ വേറെ കല്യാണം കഴിച്ച് പോകണ്ടെന്നല്ല അച്ഛൻ പറയല്. അഥവാ നിനക്ക് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് നിൽക്കുന്ന ചെക്കനെ കണ്ടുപിടിക്ക്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഓക്കെ എന്ന് പറയാന്നാണ് കുഞ്ഞാനോട് എപ്പോൾ അച്ഛൻ പറയല്. പണ്ട് മുതലേ അവർ നമ്മളെ മാറ്റി കടത്തിയിട്ട് ശീലിപ്പിച്ചിട്ടില്ല. പണ്ട് മുതലേ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പരനാണ് കിടക്കല്. ആ ഒരു ശീലം ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടുമില്ല. കുഞ്ഞാവൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അച്ഛൻ അടുത്തില്ലെങ്കിൽ ഓൾക്ക് ഉറക്കം കിട്ടില്ല. ഓൾക്ക് അച്ഛനെ കെട്ടിപ്പിടിച്ച് തന്നെ കിടന്നുറങ്ങണം. ചില സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഇവൾ എന്നെ കെട്ടിപ്പിടിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. എനിക്ക് നല്ല സ്വതന്ത്രമായിട്ട് കിടക്കാം. ഞാൻ മുന്നേ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനെ, ചേച്ചി എന്താ ചേച്ചിയുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്, ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൂടെ, വീട്ടുകാർ പറയൂല, അവരുള്ളിലുണ്ടാവും, അങ്ങനത്തെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായി. എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാന്ന് തന്നെ. ഞാനൊരു ദിവസം സുഹൃത്തേട്ടൻ്റെ വീട്ടിലേക്ക് ബാഗിലെടുത്ത് പോകാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ അമ്മമ്മ വീടിൻ്റെ മുമ്പിൽ നിന്ന് കരയും. മോളെ നീ പോലാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയില്ല എൻ്റെ അച്ഛൻ, അമ്മ, കുഞ്ഞാവ, ഇവരെല്ലാവരും. കുഞ്ഞാവാണെങ്കിൽ ഒരു 100 പ്രാവശ്യം വിളിക്കും, നീ വരലായിട്ടേ, നീ തിരിച്ച് വരലായിട്ടേ എന്ന് ചോദിച്ച് വിളിച്ചോണ്ടിരിക്കും. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്ത് പുലി പോലെ നടന്ന അച്ഛൻ ഞാൻ സുഹൃത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നു പറയുമ്പം എലി പോലെ ആവും. അച്ഛൻ ഒന്നും കഴിയുന്നില്ല മോളെ, നീ ഇവിടെ നിൽക്ക്, നീ ഇപ്പം അങ്ങോട്ടേക്ക് പോലാന്ന് പറയും. അങ്ങനെയില്ല, ഇപ്പം അച്ഛനായാലും അമ്മയായാലും അച്ഛനും പറയും ഇന്ന് പോകണ്ട മോളെ, 2 ദിവസം കഴിഞ്ഞിട്ട് പോയിക്കോ. സമ്മതിക്കേ ഇല്ല, സുഹൃത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇടുന്ന ആരും സമ്മതിക്കൂല. ചില സമയത്ത് ഞാൻ ഇവരോട് വഴക്കിട്ടിട്ട് വരെ പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മമ്മ ഒരു സൈഡിൽ പോയി കരയാൻ തുടങ്ങും. അപ്പം ഞാൻ അമ്മമ്മനോട് വഴക്കിട്ടിട്ട് വരെ പോയിട്ടുണ്ട്. ഞാൻ ആടെ അല്ലേ നിൽക്കണ്ട്, ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് വഴക്കിട്ടിട്ട് വരെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇല്ലിരിക്കെ ചേച്ചിയുടെ വീട്ടുകാരുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല. എൻ്റെ അച്ഛനമ്മയൊന്നും ഒരിക്കലും അങ്ങനെ ഉള്ളിൽ ഇവളെന്തേ പോവാത്ത്, ഇവളെന്തേ ഇടന്ന് നിൽക്കുന്നതെന്ന് അവരൊരിക്കലും ചിന്തിക്കൂല. അവർക്ക് ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ചിലവരുണ്ട് ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എല്ലാം പറഞ്ഞിട്ട് ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ കമൻ്റായിട്ട് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ചില സമയത്ത് അതുപോലത്തെ കമൻസ് എല്ലാം കാണുമ്പോൾ ഇങ്ങനെ ചിരി വരും. ഈ ഒരു കാലം എന്താ ഇങ്ങനെ കരി പിടിച്ചിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. ഈ ഒരു കാലം നമ്മൾ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ഒരു കല. സ്വതവേ എന്തോ ഭാഗ്യാവശാൽ എനിക്ക് നെഗറ്റീവ് കമൻസ് വരുന്നത് നന്ന കുറവാണ്. എല്ലാ കമൻസും പോസിറ്റീവായിട്ട് തന്നെയാണ് ഉണ്ടാവില്ലേ. ഈ ഒരു കമൻറ്റ് എനിക്ക് മുന്നേ വന്നതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. ആ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും, അല്ലാണ്ട് എന്തായാലും അങ്ങനെ ഹേർട്ടാവുന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ അതേ സെയിം അക്കൗണ്ടിൽ നിന്ന് സുഹൃത്തേട്ടൻ എന്തേ വരാത്ത്, സുഹൃത്തേട്ടനായിട്ട് അടിച്ച് പിരിഞ്ഞോ, അങ്ങനത്തെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഞാൻ രണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ യൂട്യൂബിലും ഇൻസ്റ്റയിലെല്ലാം വീഡിയോസ് ഇടുന്ന സമയത്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അച്ഛൻ രാവിലെ എണീച്ചാടും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും. ചില സമയത്ത് അച്ഛൻ നേരത്തെ എണീച്ചെങ്കിൽ അച്ഛൻ തന്നെ വെക്കും കട്ടൻ ചായ എല്ലാം. അപ്പോൾ രാവിലെ എണീച്ച കട്ടൻ ചായ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പാൽ ചായ കുടിക്കും.
രാവിലെ ഉറങ്ങിയണിച്ചാടും കട്ടൻ ചായ അച്ഛന് നിർബന്ധമാണ്. നിങ്ങളുടെ അടുത്തിൽ ഈ ദോശയാക്കുന്ന സമയത്ത് അവലിടലുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. നമ്മുടെ അടുത്ത് ദോശയിൽ അവലും കൂടി ഇടും. അവലും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ നേരെ പുറത്തു പോയി. അപ്പോഴേക്കും പത്രക്കാരൻ പത്രം ഇട്ടിട്ട് പോയിട്ടുണ്ടായിനി. ഒരു 3 ദിവസം അടുപ്പിച്ച് നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ കണ്ടത്തിലെല്ലാം നല്ലപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇതൊന്നല്ല, കുറച്ചുകൂടി നല്ല ശക്തമായിട്ടുള്ള മഴ വരുമ്പം എന്തായാലും വീട് നല്ലോണം നിറയും. അപ്പുറം വീടിന്റെ മുറ്റത്തെല്ലാം നല്ല വെള്ളമായിരിക്കും, നടക്കാൻ പോലും പറ്റൂല. മിക്കവാറും ഇപ്രാവശ്യം എൻ്റെ വീട്ടിലേക്കും വെള്ളം കയറുമെന്ന് തോന്നുന്നുണ്ട്. പണ്ടെല്ലാം ഞാനും കുഞ്ഞായും കണ്ടത്തിൽ വെള്ളം നിറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും, വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഈ ഇപ്പുറം വലിയ വീടൊന്നും ഇല്ല, നല്ല വലിയ കണ്ടാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസമെല്ലാം ഞാനും കുഞ്ഞായും അച്ഛനെയും കൂട്ടിയിട്ട് കണ്ടത്ത് പോയിട്ട് കുറേ നേരം വെള്ളത്തിൽ കളിക്കും. കണ്ടത്തിൻ്റെ നേരെ അപ്പുറമായിട്ട് നല്ല വലിയ കുളമുണ്ട്, അധികം ആടെ പോയിട്ടും കളിക്കും. കുളത്തിൽ അത്യാവശ്യം നല്ല ആഴാണേ, അതുകൊണ്ട് തന്നെ ഞാനും കുഞ്ഞായും വെള്ളത്തിലേക്ക് ഇറങ്ങൂല. എന്താ വെച്ചാൽ നമുക്ക് രണ്ടാൾക്ക് സ്വിമ്മിങ് അറിയില്ല. അച്ഛൻ പഠിപ്പിക്കാൻ കുറേ നോക്കി, പക്ഷെ നമുക്ക് സെറ്റായിട്ടാ. നല്ല ചൂട് വെള്ളത്തിൽ കുളിയും കഴിഞ്ഞു. നേരെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛൻ്റെ ഈ ചായ കുടി. അച്ഛൻ ഈ ചായ ഇങ്ങനെ തണിക്കുന്ന സമയത്ത് കുഞ്ഞാവ് അത് കണ്ടിട്ട് പറയുന്നുണ്ട്, അച്ഛനെ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ ചായ അടിക്കാൻ വേണ്ടിയിട്ട് വിട്ടാലോ എന്ന്. അങ്ങനെ കുറേ നേരം നമ്മ എല്ലാവരും അവിടെ നിന്ന് അടുക്കളയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഞാനാണെങ്കിൽ കുഞ്ഞാവിനോട് നീ തലശ്ശേരിയിലേക്ക് പോകണ്ട, ഇന്ന് അവിടെ നിൽക്കുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. പക്ഷെ ഓൾക്ക് എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റൂല. ദോശക്ക് വേണ്ടിയിട്ട് ഇതാ മാവെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ദോശ ചൂടാം. സ്വതവേ ഞാൻ ചായ കുടിക്കുന്ന ടൈം ആയിട്ടാ. എന്താ വെച്ചാൽ ഞാനിപ്പം രാവിലെ എണീച്ചാടും വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ വേഗം വിശക്കൂല, കുറേ വൈകും. പക്ഷെ ഇന്ന് എന്തേന്ന് അറിയില്ല, ഭയങ്കര വിശപ്പ്. ഞാൻ വിചാരിച്ചു കുഞ്ഞാവ് തിന്നുന്ന സമയത്ത് തന്നെ തിന്നാന്ന് വിചാരിച്ചു. എനിക്ക് ദോശ ചുട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ കഴിക്കുമ്പം അമ്മ ചുട്ടനാക്കി തരും. കുറച്ച് കഴിഞ്ഞാൽ ചുട്ട് വെച്ച ദോശ വേണം തിന്നാൻ. ഇവൾക്ക് ഈ രാവിലെ വീട്ടിലാക്കുന്ന ഭക്ഷണത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ മധുരമില്ല എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് കഴിക്കുന്നതാണ്. ചില ദിവസം രാവിലെ എണീച്ചിട്ട് ബിസ്ക്കറ്റെല്ലായിരിക്കും കഴിക്കല്. എനിക്കതൊന്നും ശരിയാവില്ല. എനിക്ക് രാവിലെ ഒന്നിക്കലും ദോശയോ പുട്ടോ ഇതുപോലെ എന്തെങ്കിലും നല്ല അരിയാഹാരം തന്നെ വേണം. ബേക്കറി ഒന്നും എനിക്ക് ഒട്ടും ശരിയാവില്ല. അങ്ങനെ ഞാൻ നേരെ പോയി ചായ കുടിച്ചു. ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പുറത്ത് നല്ല മഴ. എന്നാലും എനിക്ക് തോന്നി ഇപ്രാവശ്യം മഴ നന്ന കുറവാണ്. ഈ ഒരു 3 ദിവസമായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിലെ ജൂൺ മാസം ആകുമ്പോഴേക്കും നല്ല മഴയാണ് ഉണ്ടായത്. ഈ മാസം എന്തെന്ന് അറിയില്ല, മഴ നന്ന കുറവാണ്. ഒരു 3 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. ഇനിയിപ്പം നാളെ എന്തായാലും മഴ പെയ്യില്ല, നാളെ നല്ല വെയിലായിരിക്കും. ഇതുപോലെ കുറേ ദിവസം ഇടവിട്ടാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. എനിക്ക് ഈ മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് രാത്രിയിൽ നല്ല മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കുമല്ലോ. അല്ലാണ്ട് എനിക്ക് രാവിലെ ആയാലും ഈ മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മക്കാണെങ്കിൽ തൊഴിലുറപ്പുണ്ട്. അപ്പം അമ്മമ്മയുടെ ഡ്രസ്സ് അമ്മമ്മ തന്നെ നനക്കണം. നമ്മ നനക്കാന്ന് പറഞ്ഞാലും അമ്മമ്മക്ക് അത് അത്ര ശരിയാവില്ല. അമ്മമ്മയുടെ ഡ്രസ്സ് അമ്മമ്മ തന്നെ അലക്കണം, അമ്മമ്മേടതും അച്ഛൻ്റെതും. എന്നാലും മാത്രമേ അമ്മമ്മക്കൊരു സമാധാനം ആവുള്ളൂ. മഴയാണെങ്കിൽ കുറയുന്ന മട്ടില്ല, നല്ല മഴയാണ്. അമ്മമ്മയാണെങ്കിൽ മഴയെ തന്നെ നനയ്ക്കുന്നു. ഒന്നാമതേ അമ്മമ്മക്ക് സുഖമില്ല. ഇതിനിടയിലാണ് പനി വന്നിട്ട് പോയത്. ഇപ്പം എല്ലായിടത്തും പനിയാന്നല്ല, ഇതിനിടയിൽ സുഹൃത്താട്ടനെല്ലാം നല്ല പനിയാന്നുണ്ടായത്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇതുവരെ വന്നിട്ടാ. പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ വരല്. കുഞ്ഞാവാണെങ്കിൽ തലശ്ശേരി പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന്. ഓൾക്കാണെങ്കിൽ ഇപ്പോൾ ട്രെയിനിനാണ് പോകുന്നുണ്ട്. ഓളൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ഫ്രണ്ടിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ടാളും കൂടി രാവിലെ പോലായി. കുഞ്ഞാവൊരു ടീഷർട്ട് ഇഷ്ടമായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് മുന്നേ നമ്മൾ സ്റ്റുഡിയോ പോയ സമയത്ത് എൻ്റെ സെലക്ഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു ഈ ടീഷർട്ട് എന്തായാലും എടുത്തോ, എനിക്ക് നല്ലോണം ചേരുന്ന പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം എടുത്ത ടീഷർട്ടാണ്. ഓൾക്കും നല്ല ഇഷ്ടമായിരുന്നു, വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കളറ്. ഇങ്ങനത്തെ കളറൊന്നും ഓൾക്ക് ഇല്ല. കുഞ്ഞാവ് അധികവും ഒരു വൈറ്റ്, അതുപോലെ തന്നെ പിങ്കെല്ലാം ഓൾക്ക് കുറേ ഉണ്ട്. ഇതുപോലെ യെല്ലോ ഡ്രസ്സൊന്നും ഓൾക്ക് ഇല്ല, നന്ന കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ലാത്ത കളറും കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതന്നെ എടുത്തോ എന്ന് പറഞ്ഞു. ഇട്ട സമയത്ത് ഓൾക്ക് നല്ല രസം ഉണ്ടായിന്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. കുഞ്ഞാവാണെങ്കിൽ ഈ ട്രെയിനിൽ പോകുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര വേവലാതി. വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇടക്കിടയ്ക്ക് വിളിക്കണം, സൂക്ഷിച്ച് പോകണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞാവ് പോയി. ഇനിയിപ്പോൾ അമ്മമ്മക്ക് തൊഴിലുറപ്പിന് പോകണം.
അപ്പം അമ്മമ്മ മഴയെ തന്നെ നനച്ചിട്ട് അതാ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയെന്ന്. ഏതോ ഒരു ഷോർട്സിൽ എൻ്റെയും കുഞ്ഞാരെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിനെ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം. ഞാനും കുഞ്ഞായും ഇപ്പായിട്ട് ഈ ഒരു NYBൻ്റെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കല്. നല്ല അടിപൊളി ഷെയ്ഡാണ്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയ പോലെ തോന്നും. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. സ്വതവേ എനിക്ക് തുവരക്കറി അത്ര ഇഷ്ടമല്ല. ഞാൻ പണ്ട് മുതലേ പരിപ്പാണ് കൂടുതൽ കഴിക്കല്. എനിക്ക് പരിപ്പറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എപ്പം പരിപ്പറി തന്നെയാണെന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് ഇന്ന് തുവരക്കറി ആക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല, അമ്മ. അതിനിടയിലാണ് അലേഖ വന്നിട്ടുണ്ടായത്. അലേഖയുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മയാണ് മുടി കെട്ടിക്കൊടുക്കല്. ഇന്ന് എന്താണെന്നറിയില്ല, അവൾക്ക് സ്കൂളിൽ പോകാൻ നല്ല മടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നല്ല മഴയും. ഇപ്പം ഈ സമയത്ത് നല്ല പോലെ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. എനക്കും പണ്ട് ഈ മഴ പെയ്യുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. സ്കൂളിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് തോന്നും. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മുടി കെട്ടാൻ വരുന്ന സമയത്ത് ഞാൻ ഉറങ്ങുക ചെയ്യല്. അപ്പോൾ ഇന്ന് എന്നെ കണ്ടോണ്ടും കൂടിയാണെന്ന് അറിയില്ല, ഇന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഭയങ്കര മടി. പുറത്ത് നല്ല മഴയാണ്. എനിക്കാണെങ്കിൽ നല്ല തണുപ്പും. നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. എനിക്ക് ഏറ്റവും മടിയിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് പുറത്തിറങ്ങുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് മഴ പെയ്യുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. ബസ്സിലെല്ലാം പോകുന്നത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ അറപ്പ് പോലെയാണ്. എനിക്ക് മഴയ സമയത്ത് പുറത്തിറങ്ങാൻ ഒട്ടും ഇഷ്ടമല്ല. കുളിച്ച് നല്ല വൃത്തിയിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. ഒരു മീഡിയമായിട്ട് പെയ്യുന്ന മഴയെല്ലാം ഞാൻ നല്ലോണം ആസ്വദിക്കലുണ്ട്. പക്ഷേ അത് കൂടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് ഇടിയും മിന്നലും എനിക്കത് ഭയങ്കര പേടിയാണ്. മഴ നല്ലോണം കൂടിയിട്ട് നല്ല ഇടിയും മിന്നലും തന്നെ വന്നു. അലക്കൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയും. എന്നിട്ട് പറയുന്നുണ്ട് മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ വണ്ടി കാണൂല, വണ്ടി പോകുന്നെങ്കിൽ പോട്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്ടായത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കന്നെ നല്ല മിന്നൽ. ആ മിന്നൽ പോയെന്ന് വിചാരിച്ച് കസാരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും നല്ല വലിയ ഇടിയും. ഞാൻ പേടിച്ച് നേരെ ഉള്ളിലേക്ക് കയറി. എനിക്ക് ഭയങ്കര പേടിയാണ് ഇടിയും മിന്നലും. ഇനിയിപ്പം ഫോണ് പുറത്താന്നില്ലേ, ഫോൺ എങ്ങനെയാണെന്ന് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടന്നെ നിന്നു. കുറച്ചൊന്ന് ഇടിയും മിന്നലും മഴയെല്ലാം കുറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് എൻ്റെ ഫോൺ തന്നെ നോക്കി. ഫോണാറ്റം പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അവിടെ നിന്നിങ്ങനെ ഫോൺ നോക്കി. പക്ഷെ മഴയാണെങ്കിൽ കുറയുന്ന മട്ടില്ല, നല്ല മഴയാണ്. ലാസ്റ്റ് അമ്മ പുറത്തിറങ്ങിയിട്ട് അമ്മ എനിക്ക് ഫോൺ എടുത്തു തന്നു. കുറേ നേരം അലേഖിനോട് വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു. ഇനി അലേഖയും കൂടി സ്കൂളിൽ പോയാൽ ഞാനിവിടെ ഒറ്റക്ക് തന്നെയാവും. എനിക്ക് കുഞ്ഞാവ് വീട്ടിലില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പോലെയാണ്. എൻ്റെ ചോളുണ്ടെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും, ഓരോ കഥ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഓളില്ലാത്ത പക്ഷം ഞാൻ ഒറ്റക്ക് തന്നെ ഇരിക്കണം. ചില സമയത്തിൽ ഞാൻ ഇങ്ങനെ ചിത്രം വരച്ചെല്ലാം ടൈം കളയും. കുറേ നേരം ഫോൺ നോക്കും. എന്നാലും ഒരു പരിധി കഴിയുമ്പോൾ ഇത് രണ്ടും മടുക്കും. ഇതേ വർത്താനം ഞാൻ സുഹൃത്താട്ടിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് കുഞ്ഞായും പറയും. നീ സുഹൃത്താട്ടിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാനിവിടെ ഒറ്റക്കന്നെ ആയിരിക്കും. ഒറ്റക്കന്നെ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാനും കുഞ്ഞായും രാത്രി കിടക്കാൻ നേരം നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും. പറഞ്ഞതന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം എൻ്റെ ഒപ്പം ഓളപ്പുറം ഞാനോ ഇല്ലെങ്കിൽ നമുക്ക് ആകെ എന്തോരു പോലെയാണ്. പെട്ടെന്നാണ് അലേക്കൊക്കെ ഓർമ്മ വന്നത്, എൻ്റെ വീട്ടിലത്തെ തുണിയെല്ലാം അപ്പുറം ആറിയിട്ടിട്ടാന്നില്ലേ, മണി അത് കുറച്ച് ഉണങ്ങിയിട്ടാണ് ഉണ്ടായത്, ഇതിപ്പോൾ ഫുള്ള് നനഞ്ഞില്ലേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഫുള്ള് നനഞ്ഞു, ഇനിയിപ്പം വയ്യ ഒന്നുകൂടി പിഴിഞ്ഞിട്ട് ആറിയിടാന്ന് വിചാരിച്ചു. നല്ലോണം നനഞ്ഞിട്ടുണ്ടായിനി. ഓള് നേരെ എന്നിട്ട് അമ്മയുടെ ഒക്കെ പോയി പറഞ്ഞു, അമ്മായി ആ ഡ്രസ്സ് ഫുള്ള് നനയുന്നുണ്ട് എന്ന്. അമ്മ പറഞ്ഞു എന്നപ്പോൾ നമുക്ക് വയ്യ ഒന്നുകൂടി പിഴിഞ്ഞിട്ട് ആറിയിടാന്ന് പറഞ്ഞു. വീടിനപ്പുറം ഇപ്പുറം ഇതുപോലെ നല്ല കാടായതുകൊണ്ട് തന്നെ മുന്നേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി, ഏച്ചിയുടെ വീട് വയനാട്ടിലാണെന്ന്. എൻ്റെ വീട് വയനാട്ടിലല്ല, എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂര് നടക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പുറം ഇപ്പുറം നല്ല കാട്. അത് അവരെ നമ്മളെ വളപ്പല്ല, വേറെ ആൾക്കാരുടെ വളപ്പാണ്. അവരത് വൃത്തിയാക്കാത്തതുകൊണ്ടാണ് അതിങ്ങനെ കാട് പോലെ കിടക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി മഴ പെയ്താലതാ ഇവിടെല്ലാം നല്ല കുളം പോലെയായിരിക്കും. അപ്പുറം വെല്ലച്ചൻ്റെ വീട്ടിൻ്റെ എല്ലാം കുറച്ച് അങ്ങോട്ടേക്ക് അവിടെ വലിയൊരു കുളമുണ്ട്. അപ്പം അതിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മളെല്ലാവരും വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കും. ഇത്ര വർഷവും നമ്മളെ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടാ. ഇത്ര വെല്ലച്ചൻ്റെ വീട് വരെ വരും, നമ്മളെ വീട്ടിലേക്ക് ഇതുവരെ മുറ്റത്തേക്ക് കയറിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് മുറ്റത്തേക്ക് തന്നെ കയറും എന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ വെല്ലച്ചൻ്റെ വീടിൻ്റെ മുന്നിൽ വെല്ലച്ചൻ്റെ വളപ്പാണ് ഉണ്ടായത്. ഇപ്പം അവിടെ വേറെ വീട് വന്നു. അവർ ആ വളപ്പ് കൊടുത്തിട്ട് ഇപ്പം അവിടെ വേറെ വീട് കെട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ വെല്ലച്ചൻ്റെ വീടിൻ്റെ മുന്നിലും നല്ലോണം വെള്ളം കെട്ടി കിടക്കലുണ്ട്. വീടിൻ്റെ മുന്നിലും നല്ല കുളം പോലെ തന്നെയാണ് ഉണ്ടായത്. ഇപ്രാവശ്യം അവിടെ വീട് വരുന്നതുകൊണ്ട് തന്നെ ആകെപ്പാടെ വെള്ളം നല്ലോണം നിറഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ മുന്നിലേക്കെല്ലാം വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. മിക്കവാറും വരുമായിരിക്കും. ആ വെല്ലച്ചൻ്റെ വീടിൻ്റെ മുന്നിലുള്ള വളപ്പ് നല്ലപോലെ മണ്ണിട്ട് പൊന്തിച്ചിട്ടുണ്ട്. അപ്പം ആടെയും കൂടി കെട്ടിക്കിടക്കേണ്ട വെള്ളം ഫുൾ നമ്മളെ ഇപ്പറഞ്ഞായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മഴയൊന്ന് കുറച്ച് കുറഞ്ഞപ്പം ഞാനും അമ്മയും കൂടി നേരെ അലേഖനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. അലേഖക്ക് ഓട്ടോ ഉണ്ട്. ഞാനെന്താ ഈ ഒരു കുളമെന്ന് പറഞ്ഞത്, ഇവിടെ ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വെള്ളം നമ്മളെ വീട്ടിലേക്കെല്ലാം കയറും.
ഒന്ന് ഈ ഒരു കുളം, അതുപോലെ തന്നെ വെള്ളച്ചന്റെ വീടിന്റെ മുമ്പിലും ഒരു സ്ഥലം ഉണ്ടായിരുന്നു വെള്ളം കെട്ടിക്കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് വീട് വരലായി എന്നുള്ളത്. ഈ വെള്ളം കെട്ടിക്കിടക്കൽ മാത്രമല്ല, അതിൽ മീനും ഉണ്ടാവും ആമയും ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് അപ്പുറമില്ല അതങ്ങ വെള്ളം, അതിൽ കുറേ മീനും ആമയും ഉണ്ട്. അപ്പം ഈ വീടിന്റെ മുന്നിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് അതിലത്തെ മീനും ആമയെല്ലാം നേരെ അങ്ങോട്ടേക്ക് വരും. അലയ്ക്കൊരു ഓട്ടോ കാത്തിക്കാൻ വേണ്ടിയിട്ട് നേരെ റോഡിലേക്ക് നടന്നതാണ്. അപ്പോഴേക്കും അലക തിരിച്ച് ഞാൻ കുട എടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ പോയി. എനിക്ക് തോന്നുന്നു ഇന്ന് ലീവാക്കാനില്ല എന്തോ ഒരു ഉദ്ദേശമാണ് ഓൾക്ക്. നല്ല മടിയാന്നുണ്ടായത്. മണി എൻ്റെ കുട കാണുന്നില്ല എന്നെല്ലാം ആക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി മിക്കവാറും ഒന്നും പോകില്ലാന്ന്. ലാസ്റ്റ് പറയുന്നുണ്ട് എന്നപ്പോൾ ഞാൻ കുഞ്ഞിയുടെ കുട എടുത്തോളാം, ഇതെടുത്തിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഈ കുട എടുത്തിട്ട് ഒരു കാര്യമില്ല, എന്തായാലും ഇവള് ഫുള്ള് നനയും. ബാഗൊന്നും എന്തായാലും നനയാണ്ട് അവൾക്ക് സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റൂല. അങ്ങനെ കുറേ നേരം പെരുതിയിട്ട് ഒടുവിൽ അവളെ കുട കിട്ടിയിട്ടുണ്ട്. എന്തായാലും ലീവാക്കേണ്ട ഉദ്ദേശമാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. എന്തായാലും അവളെ അച്ഛൻ വിടൂല. അവളെ വീട്ടിലുള്ള അച്ഛനുണ്ട്. അവളെ അച്ഛനാണെങ്കിൽ സുഖമില്ലാണ്ട് കാലെന്തോ വേദന പറ്റിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അച്ഛനും കൂടി പെരുതിയിട്ട് കുട എടുത്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ നേരെ റോഡിലേക്ക് നടന്നു. ഓട്ടോ വരാനായിട്ടാ, നമ്മൾ കുറച്ചൊരാടെ ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും അലേക്കും കൂടി നേരെ അങ്ങോട്ടേക്ക് നടന്നു. ഈ അലേക്കെല്ലാം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനക്കും സ്കൂളിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. പണ്ടെല്ലാം ഈ മൈത്താണി സ്കൂളിൽ പോകാനെല്ലാം ഭയങ്കര മടിയാന്നുണ്ടായത്. അലേക്ക മൈത്താണിയിലാണ് പഠിക്കുന്നത്, ഞാനും ആടെ തന്നെയാണ് പഠിച്ചുകൊണ്ടുണ്ടായത്. പണ്ടെല്ലാം ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് എന്നെന്തോ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായത്. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, ഇപ്പം അങ്ങോട്ടേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒപ്പരം പഠിച്ച ഫ്രണ്ട്സുകളെ കാണണമെന്ന് ആഗ്രഹം. കുറേ ആൾക്കാരെല്ലാം എനിക്കിപ്പം ഒരു പരിചയം പോലും ഇല്ല. പണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിന്. എൻ്റെ അപ്പുറം മൈത്താണി സ്കൂളിൽ പഠിച്ച ശിവാനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നോളാം. ഇപ്പോൾ ഒരു അഡ്രസ്സ് പോലും ഇല്ല, എവിടെയാണെന്നുള്ളത് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ അവരെല്ലാം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പണ്ട് നമ്മൾ 4ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതും ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്നതും ഒരുമിച്ച് പഠിച്ചതും എല്ലാം ഓർക്കുമ്പം ഉള്ളിലൊരു വിഷമം. ഇനി എപ്പാന്ന് ആ കാലത്തിലേക്ക് തിരിച്ചു പോലും ഓർത്തിട്ട് എന്തായാലും പറ്റൂല. ആ സമയത്ത് നമ്മൾ എങ്ങനെയും കൊന്ന് ഇതെല്ലാം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് തോന്നും. ഇപ്പാന്ന് നമ്മൾ ശരിക്കും അതെല്ലാം ഒന്ന് ഓർത്ത് ഭയങ്കരമായിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഇപ്പാന്ന് നമുക്ക് വരുന്നത്. ഈ വീടിൻ്റെ നേരപ്പുറം ശ്മശാനായിട്ട് വാശിച്ചിട്ട് വീടിൻ്റെ മുകളിൽ നോക്കിയാൽ ശരിക്കും കാണാൻ പറ്റും. അവരുടെ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ നേരപ്പുറം ശ്മശാനായി. എനിക്ക് ഈ ശ്മശാനത്ത് ആരെങ്കിലും വെച്ചാൽ അന്ന് രാത്രിക്ക് ഞങ്ങൾക്കും കുഞ്ഞാൾക്കും ഭയങ്കര പേടിയാണ്. അന്ന് രാത്രിക്ക് ഉറക്ക് പോലും കിട്ടില്ല. എന്താ വെച്ചാൽ അടുത്ത് തന്നെ ആയി നമുക്ക്. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നോക്കിയാലും നേരെ ശ്മശാനം കാണാൻ പറ്റും. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ആരെങ്കിലും ഒരാൾ മരിച്ച ദിവസം നമുക്ക് ഉറക്ക് പോലും കിട്ടൂല, ഭയങ്കര പേടിയാണ്. അലേഖ ഓട്ടോ വരാനായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. കുറേ നേരമായിട്ട് നിന്നിട്ടും ഓട്ടോ കാണുന്നില്ല. പണ്ട് ഇതുപോലെ കൊടയോണ്ട് കളിച്ച ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനെല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കളിച്ച കളിയാണ് ഇതായത്. ഈ കൊട എടുത്തിട്ട് നേരെ തല മറച്ചിടൽ. കുറേ ചീത്തയും കിട്ടിയിട്ടുണ്ട് കൊട പൊട്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മ കേൾക്കൂല. ഇത് വെച്ച് കളിക്കാൻ വേറൊരു രസമാണ്. അങ്ങനെ കുറേ നേരം അവിടെ നിന്നപ്പോഴേക്കും ഓട്ടോ ഇതാ വന്നിട്ടുണ്ട്. പോകാൻ നേരം ഭയങ്കര സങ്കടമാണ് ഉണ്ടായത്. എനക്കും ഇത്ര നേരം ഒപ്പരന്നെ ഉണ്ടായിട്ട് പോകുമ്പം എന്തോ ഒരു പോലെ എന്തോ സ്കൂളിലേക്ക് പോകണ്ട, ഓള് സ്കൂളിലേക്ക് പോകണ്ടെന്ന് തന്നെ തോന്നിപ്പോയി. തിരിച്ച് പോകുമ്പോൾ ഞാനും അമ്മ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ പോയിട്ടാകുമ്പോഴേക്കും എന്തോ ആവുന്നു. ഇത്ര നേരം ഇങ്ങനെ സങ്കടത്തോടെ പോണാന്നിങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ടായിനി. ഓട്ടോയിൽ കയറിയ സമയത്ത് മുഖം ആകെ നല്ല സങ്കടം. ആ മുഖം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും ആകെ സങ്കടമാണ് ഉണ്ടായത്. പോയതിന് ശേഷം ആകെ എന്തൊരു പോലെ. അതിൻ്റെ ബാഗ് നേരെ വണ്ടിയുടെ ബാക്കിലേക്ക് വെച്ചു കൊടുത്തു. ഫ്രണ്ടിൽ എന്തായാലും വെക്കാൻ പറ്റൂല, പിള്ളേരെല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ബാഗ് ഫ്രണ്ടിൽ വെക്കാൻ പറ്റൂല. അങ്ങനെ ബാഗും വെച്ചു കൊടുത്തതിന് ശേഷം ടാറ്റയും പറഞ്ഞ് നേരെ അതാ പോയി. അങ്ങനെ അലൈനെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഞാനും അമ്മയും കൂടി നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് പോകുമ്പോൾ ഫുള്ള് ഞാനും അമ്മയും പറഞ്ഞുകൊണ്ടുണ്ടായത് പോയതിന് ശേഷം എന്തോ ആവുന്നു. ഇത്ര നേരം കലബില പറഞ്ഞിട്ട് നമ്മൾ ഒപ്പരന്നെ ഉണ്ടായതാണ്. സ്കൂളിലേക്ക് പോയതിന് ശേഷം ആകെ എന്തോ ഒരു സൈലൻ്റ് ആയ പോലെ. ഇതിൽ ഏത് വീട്ടിലത്തെ പൂച്ചയാണെന്ന് അറിയില്ല. ഇപ്പം ഇത് എൻ്റെ വീട്ടിലാണ്. എല്ലാ പൂച്ചക്കും കാക്കക്കും പട്ടിക്കെല്ലാം ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും ഇതാ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛനും മാത്രമായി. അങ്ങനെ നമ്മൾ കുറേ നേരം ആടിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. അമ്മയാണെങ്കിൽ ഉച്ചക്കേക്കില്ലേ ചക്കക്കുരു വറവിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഫുൾ ക്ലീൻ ആക്കി വെക്കുകയാണ്. ഈ ഒരു സമയത്ത് അച്ഛനും കൂടി ഉണ്ട് വീട്ടിൽ. എനിക്കാണെങ്കിൽ അത് പറയാൻ വിട്ടുപോയി. ഞാൻ പിറ്റേ ദിവസമാണ് വോയിസ് ഇടുന്നത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ ഈ സമയത്ത് നമ്മൾ സംസാരിക്കും പേടി ഉണ്ടായിട്ടാ. അച്ഛൻ ഉള്ളിലാണ്. അച്ഛനും കൂടി ഉണ്ട്. അച്ഛനും ഇനിയിപ്പം പോകാൻ വേണ്ടി റെഡിയാവും. അങ്ങനെ നമ്മെല്ലാവരും അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. ഉച്ചക്കേക്കില്ലേ അരി ഇതാ അമ്മ ഫുൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗ്രീൻ ടീ കുടിക്കലുണ്ട്. കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കുറച്ച് ദിവസമായിട്ട് കുടിക്കലുണ്ട്. അങ്ങനെ അച്ഛനും കൂടി ഇതാ റെഡിയായിട്ട് പോലായി. അച്ഛൻ്റെ ഈ ഒരു ഷർട്ടിൻ്റെ കളർ ഇഷ്ടമായി, എനിക്ക് കമൻറ്റ് ചെയ്യണേ. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ അടുത്ത് അച്ഛനെടുത്ത് 2 ഷർട്ടുണ്ട്, ഒരു യെല്ലോവും പിന്നെ ഇതാ ഈ ഒരു കളറും. രണ്ടും നല്ല അടിപൊളിയുണ്ട്. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഞാൻ നേരെ അലക്കാൻ വേണ്ടി പോയി. ഇത്ര നാളും ഞാനല്ല എൻ്റെ ഡ്രസ്സൊന്നും അലക്കലുണ്ടായത്. കാലിന് അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് തന്നെ ഇത്ര നാളും അമ്മയാണ് ഡ്രസ്സെല്ലാം അലക്കിക്കൊണ്ടുണ്ടായത്. അപ്പോൾ ഇന്ന് കാലം ഒക്കെ ആണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ തന്നെ അലക്കിക്കോളാന്ന് പറഞ്ഞു.
കുറേയൊന്നുമില്ല, എൻ്റെത് മാത്രം. എൻ്റെ രാത്രിയിൽ ഇട്ടതും അതുപോലെ തന്നെ രാവിലെ കുളിച്ചിട്ട് മാറ്റിയതും. വേറെ അങ്ങനെ ഓവറായിട്ട് കുറേ ഡ്രസ്സൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ നല്ല കൊതുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നല്ല കൊതുകടി കൊണ്ടാണ് ഞാനിപ്പോൾ അലക്കുന്നത്. കുറേ നേരം അവിടെ നിന്ന് കൊതുകടി കൊണ്ടു. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് കൊതുക് തിരി കത്തിച്ചിട്ടാണ് ഇപ്പോൾ അലക്കുന്നത്. കുറച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലക്കി കഴിഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ നേരെ പോയി ആറിയിട്ടു. ആറിയിട്ടാലും ഇന്ന് ഉണങ്ങുമെന്ന് അറിയില്ല. ഇന്നാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ കുറച്ചു നേരം പെയ്യുന്നു പോന്ന്, വീണ്ടും പെയ്യുന്നു വീണ്ടും പോന്ന്. ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ആറിയിട്ടിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. എന്നാലും കുറച്ച് നേരത്തെ വെയിലൊന്ന് കൊണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ ആറിയിട്ടു. എന്തായാലും കുറച്ച് കഴിഞ്ഞാലും ഇതെല്ലാം എടുത്ത് മാറ്റേണ്ടി വരും. പെട്ടെന്നാണ് മഴ പെയ്യുന്നത്. അതാണെങ്കിൽ പോന്നുമുണ്ട്, വീണ്ടും നല്ല മഴ വരുന്നു, വീണ്ടും പോന്ന് വെയിൽ വരുന്നു. ഇതന്നെ റിപ്പീറ്റ്. നല്ല ശക്തിയിൽ തന്നെ പെയ്ഞ്ഞിട്ട് ഇട്ടു. എന്താ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും സമാധാനം. ഈ ഒരു സമയമാകുമ്പോഴേക്കും അച്ഛൻ മീൻ മേടിക്കാൻ വേണ്ടി പോകും. നമ്മുടെ നാട്ടിൽ മീൻ വിൽക്കുന്ന ഷോപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം എന്തെല്ലാം മീനാണെന്നുള്ളത് ആ ഗ്രൂപ്പിലിടും. ഇന്നാണെങ്കിൽ മീനില്ല. ഇപ്പം അടുപ്പിച്ച് മത്തി തന്നെയാണ് മേടിക്കൽ. നമ്മളെ വീട്ടിലായിരിക്കും മത്തി ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് മത്തീൻ്റെ ആ ഒരു എണറ് എന്ന് പറയുന്നൊരു സാധനമില്ല, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാധനമില്ലേ, അതിന് വേറെന്തോ പറയലുണ്ട്, എന്നാൽ പനിഞ്ഞീര അങ്ങനെ എന്തോ ഒരു സംഭവം എന്തോ പറയലുണ്ട്. അത് ഞാൻ റീൽസിൽ കണ്ടാണ്. നമ്മുടെ അടുത്തുള്ള അതിന് എണറ് എന്നാണ് പറയല്. ആ ഒരു സാധനം ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ അമ്മ അത് പൊരിച്ച് തരലുണ്ട്. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ മീൻ വന്നിട്ടുണ്ടെങ്കിൽ മത്തി തന്നെ മേടിക്കാം, നമുക്ക് ആ ഒരു സാധനത്തിൻ്റെ വീട്ടിലിടാമെന്ന്. പക്ഷെ ഇന്ന് തന്നെ മീനില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിന് ഇന്ന് മീനില്ല എന്നുള്ളത്. നമ്മൾ അവിടെ നിന്ന് മാത്രമേ മേടിക്കുകയുള്ളൂ. വേറെ മീൻ മേടിക്കാൻ പോകണമെങ്കിൽ ദൂരത്തേക്ക് പോകണം. അച്ഛൻ സൈക്കിളും കൊണ്ടാണ് പോലെ. അച്ഛന് പിന്നെ ദൂരത്തേക്കൊന്നും സൈക്കിളും ചവിട്ടിയിട്ട് പോകാൻ പറ്റൂല. പോവും, പക്ഷേ അതിനായിട്ട് കുറേ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഇന്ന് മീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മീൻ മേടിച്ചിട്ടുണ്ടായിട്ടാണ്. അങ്ങനെ അലക്കി കഴിഞ്ഞിട്ടാകുമ്പോഴേക്കാണ് ചാമ്പക്ക കണ്ടിട്ടുണ്ടായത്. കുറേയൊന്നുമില്ല, ഒരു 1, 2, 3 ആടെയും പിടിച്ചിട്ടുണ്ടായിന്. പണ്ട് എന്തൊരു ഇഷ്ടമുണ്ടായ സാധനമാണെന്ന് അറിയാം ഒരു ചാമ്പക്ക. പണ്ട് മറ്റുള്ളവരെ വീട്ടിൽ കാണുമ്പോൾ ഞാനിങ്ങനെ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാനിതിനെ മൈൻഡ് പോലും ചെയ്യയില്ല. ഈ ഒരു മാങ്ങ അമ്മ കുറേ ദിവസം മുന്നേ ഉപ്പിലിട്ട് വെച്ചാണ്. എൻ്റെ വീട്ടിൽ ഉപ്പിലിട്ട സാധനങ്ങൾ വെച്ചാൽ അപ്പം ഞാനും കുഞ്ഞാനും തീർക്കും. മെയിനായിട്ട് കുഞ്ഞാക്ക് പിന്നെ ഉപ്പിലിട്ട സാധനത്തിനോട് അത്ര വലിയൊരു ക്രേസ് ഇല്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ ഇന്ന് അമ്മ ഉപ്പിലിട്ട് വെച്ചെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അത് തീർക്കും. ഇപ്പോൾ ഈ ഒരു സാധനം ഇത്ര നാൾ എനിക്ക് എടുക്കണം എന്ന് മൈൻഡിൽ പോയിട്ടും ഞാൻ എടുക്കാണ്ട് വെച്ചൊരു സാധനമാണ്. അപ്പം എന്തായാലും മാങ്ങ നല്ലപോലെ ചീഞ്ഞ് നല്ല സെറ്റായിട്ട് ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഇത് കാണുന്ന സമയത്ത് വായിൽ നിന്ന് നല്ലപോലെ വെള്ളം വരുന്നുണ്ട്. കുറേ നാൾ ഞാൻ എന്നെ നിയന്ത്രിച്ച് ഇതെടുക്കാൻ പാടില്ല, ഇപ്പോഴേ എടുത്താൽ ആ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല, കുറച്ചുകൂടി സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മൈൻഡിനെ ഞാൻ എങ്ങനെയല്ലോ സെറ്റാക്കി വെച്ചതാണ്. അങ്ങനെ ഇന്ന് ഞാനത് എടുത്തു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ലോണം ഉപ്പും പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിന്, നല്ല ഇഷ്ടമാണ്. എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അമ്മക്കും നല്ല ഇഷ്ടമായിന്. ഇത് ഞാൻ ഇട്ട് വെച്ചതല്ല, അമ്മ ഇട്ട് വെച്ചതാണ്. ഞാൻ ഇട്ട് വെച്ചെങ്കിൽ ഞാൻ വേഗം തീർക്കും. എനിക്ക് സ്വതവേ ഈ പുളിയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ മാങ്ങ, നെല്ലിക്ക, നാരങ്ങ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മാങ്ങ നല്ലപോലെ ഉപ്പും പിടിച്ചിട്ടുണ്ട്, എരിവും പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സുർക്കയും പിടിച്ചിട്ടുണ്ട്. എല്ലാം കൂടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വായിലിട്ടപ്പോഴേക്കന്നെ നല്ല അലിഞ്ഞു പോന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിനി. ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഉപ്പിലിടുന്ന അധിക സാധനവും അധികം ഞാൻ ചെയ്യാൻ വെക്കയില്ല, പെട്ടെന്ന് എടുത്ത് തീർക്കലുണ്ട്. ഇത് നല്ലോണം സെറ്റായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോഴേക്കും ഏകദേശം ചോറ് കഴിക്കേണ്ട സമയം ആയിട്ടുണ്ടായിനി. ഒരു 1 മണി 1:15 ആ ഒരു സമയം ആയിട്ടുണ്ടായിനി. ഈ മാങ്ങ തിന്ന് വയറ് നിറച്ചാൽ തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഞാൻ മാങ്ങ വയ്യ ചോറിൻ്റെ ഒപ്പം കൂട്ടിക്കോന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മാറ്റി വെച്ചു.
എനിക്ക് ഈ മുട്ട സാധാ ഉപ്പിട്ടിട്ട് ആക്കുന്ന ഇഷ്ടം. ഉപ്പ് മാത്രം ഇട്ടിട്ട് അമ്മ ഇങ്ങനെ വറുത്ത് തരലുണ്ട്. എനിക്ക് ഉള്ളിയും പറങ്കിയൊന്നും ഇട്ടിട്ട് ഓവറാക്കിയിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഉപ്പ് മാത്രം ഇട്ടിട്ട് വറവാക്കുന്ന ഇഷ്ടം. ചോറിന് തുവര, മുട്ട വറവ്, അതുപോലെ തന്നെ ചക്കക്കുരു വറവ്, പപ്പടം, ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്കയും ഉണ്ടായിന്, അതുപോലെ അച്ചാറും ഉണ്ടായിന്. പിന്നെ മാങ്ങ ഉണ്ടായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും എടുക്കാൻ നിന്നിട്ട. കൂടുതലും ഇഷ്ടം എനിക്ക് ഉപ്പിലിട്ട മാങ്ങ തന്നെയാണ്. മീൻ കറിയും കൂടി ഉണ്ടായിന്, അതുകൂടി പറയാൻ ഞാൻ വിട്ടുപോയി. മീൻകറി സ്വതവേ എനിക്ക് ചോറിൻ്റെ ഒപ്പം അത്ര വലിയൊരു ഇഷ്ടമല്ല. പിന്നെ ഞാൻ വെറുതെ എടുത്തതാണ്, ഒന്ന് പ്ലേറ്റ് ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ എടുത്തതാണ്. എനിക്ക് ഈ മീൻകറി ചോറിനൊപ്പം കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. മീൻ പൊരിച്ചാൽ ഇഷ്ടമാണ്, പക്ഷെ കറി അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ കുറച്ച് ചോറെടുത്ത് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ കൈ ഫുള്ള് എടുത്ത് വേണം കഴിക്കാൻ, വായി ഫുള്ള് നിറയണം. നേരെ മറിച്ച് ഇടുന്ന എൻ്റെ അമ്മയും കുഞ്ഞാലും കഴിക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മാത്രം എടുത്ത് കഴിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ നല്ലോണം എടുത്ത് കഴിക്കും. എൻ്റെ അച്ഛനും അങ്ങനെയാണ്, അച്ഛൻ നല്ലോണം എടുത്ത് കഴിക്കും. അതേ ഒരു രീതിയിലാണ് ഞാനും ഫുഡ് കഴിക്കൽ. എനിക്ക് കുറച്ചെടുത്ത് കഴിച്ചാൽ എനിക്ക് ഏടിന്ന് സെറ്റാകാത്ത പോലെ തോന്നും. എനിക്ക് നല്ലോണം കയ്യിലെടുത്താലേ എനിക്ക് ശരിയാവരും ചോറ്. ഞാൻ ഈ വർത്താനം പറയുന്ന അച്ഛനോടാണ്. അച്ഛൻ അപ്പുറത്ത് എന്നോട് എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാടാൻ അച്ഛൻ പറയുന്നുണ്ട്. ഉപ്പിലിട്ട മാങ്ങ മിക്കവാറും മണിക്കുട്ടീനെ വേഗം തീർക്കും. ഇവിടെ എല്ലാവർക്കും അറിയാം എനിക്ക് ഉപ്പിലിട്ട മാങ്ങാട്ടിലൊരു ഇഷ്ടം. വീട്ടിൽ വേറെ ആരും അങ്ങനെ കഴിക്കൂല. അച്ഛനൊന്നും ഈ ഉപ്പിലിട്ടൊന്നും അത്ര വലിയൊരു ഇഷ്ടമല്ല. കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമേ കഴിക്കൂ. ചോറെല്ലാം വെച്ച് കുറച്ചു നേരം ഞാനും അമ്മയും ടി വിയിൽ ഏതോ ഒരു പഴയ സിനിമയും കണ്ട് ഇങ്ങനെ ഇരുന്നു. ഒരു വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയി ഞാൻ ഈ സ്കിൻ കെയറെല്ലാം ചെയ്തിട്ട്. കുറേ ആയി ഞാൻ ഫേസ് പാക്ക് ഒന്നും മുഖത്തങ്ങനെ ഇടാണ്ട്. ഞാനില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മുൾട്ടാണി മിട്ടിൽ ഒരു ഫേസ് പാക്ക് ഇടലുണ്ട്. അപ്പം ഞാൻ കുറേ ആയി മടി കാരണം ഞാനൊന്നും അങ്ങനെ ചെയ്യലേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ അധികം ബഞ്ചാറാസിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ആക്കൽ. ഇത് നല്ല അടിപൊളിയാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ കേടിൻ്റെ ഒപ്പമാണ് യൂസ് ആക്കൽ. പക്ഷെ ഇതിപ്പോൾ വേണിച്ച് വെച്ചിട്ട് തന്നെ കുറേ ആയി. അതുപോലെ തന്നെ ഒരു പയറ് പൊടിയും എനിക്ക് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. ഈ ഫേസ് വാഷെല്ലാം യൂസ് ആക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ പയറ് പൊടിയും അതുപോലെ തന്നെ തൈരും കൂടി മിക്സ് ആക്കിയിട്ട് ഫേസിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞൊന്ന് വാഷ് ചെയ്താൽ മതി. സ്കിന്ന് നല്ല മിൻസ് ആവാനും നമുക്ക് ബോഡിയിൽ മൊത്തം നമുക്ക് ഈ ഒരു പയറ് പൊടി യൂസ് ആക്കാം. സ്കിന്ന് ബ്രൈറ്റ് ആവാനായാലും അതുപോലെ തന്നെ സ്കിന്ന് നല്ല മിനുസാവാനായാലും നല്ല അടിപൊളിയാണ്. അപ്പം ഞാനിപ്പം ഈ ഒരു പയറ് പൊടിയും അതുപോലെ റോസ് വാട്ടറും കൂടിയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ചില സമയത്ത് ഈ സ്കിൻ കെയറെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ചില സമയത്ത് എനിക്ക് ഇടയില്ലാത്ത മടിയാണ്. അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളെ ഫേസിൽ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് ഇതേ ഒരു മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ആടെ നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എല്ലാം കെട്ടി കിടക്കല്. എനിക്കതില്ല, ബ്ലാക്ക് ഹെഡ്സ് ആയാലും വൈറ്റ് ഹെഡ്സ് ആയാലും എനിക്ക് അങ്ങനെ ഉണ്ടാവേയില്ല. അതില്ല ആൾക്കാരാണെങ്കിൽ ഇതുപോലെ നൈസായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കേടിൻ്റെ ഒപ്പമാണ് അധികവും ഈ ഒരു മുൾട്ടാണി മിട്ടി ഫേസിൽ അപ്ലൈ ചെയ്യല്. അപ്പം ഞാൻ മുൾട്ടാണി മിട്ടി ഇത് എടുത്തിട്ടുണ്ട്. ഇത് കുറേ പാക്കറ്റായിട്ടാണ് വരുന്നത്, അത്രേ പൈസയുള്ളൂ.
അങ്ങനെ മുൾട്ടാണി മിട്ടിയെല്ലാം ഫേസിൽ അപ്ലൈ ചെയ്ത് സെറ്റായ ശേഷം ഞാൻ നേരെ പോയിട്ട് എനിക്ക് തലയിൽ അത്യാവശ്യം നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞു കേട്ടോ, ഇതിന് മുന്നേലും നല്ലപോലെ ഉണ്ടായിന്. അപ്പോൾ ഈ ഡാൻഡ്രഫ് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒന്നാണ് ഈ കേടിൻ്റെ അപ്പുറം കടുക് നല്ലപോലെ അരച്ചെടുക്കുക. മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്ത ശേഷം അത് അരിച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ കുറച്ച് നേരം പിടിപ്പിച്ച് വെക്കുക. അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ആ ഒരു കടുക് അങ്ങനെ തലയിൽ അങ്ങനെ ഉണ്ടാവും. അത് കഴുകി കളയാൻ കുറച്ച് പണിയാണ്. അങ്ങനെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തലയിൽ പിടിപ്പിച്ച് കൊടുക്കുക. പിടിപ്പിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു നീറ്റൽ പോലെ ഉണ്ടാവും, പക്ഷെ ഫസ്റ്റ് വാഷിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ ഫേസ് പാക്ക് നല്ലപോലെ ഉണങ്ങിയിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് തന്നെ തലയിൽ ആ ഒരു സാധനം തേക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ അധികം നേരം ഞാൻ അങ്ങനെ വെക്കലില്ല, നല്ലോണം ഡ്രൈ ആവാൻ വിടയില്ല. ഒരു മീഡിയം ആകുമ്പോൾ ഞാൻ പോയി വാഷ് ചെയ്ത് കളയലുണ്ട്. എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓയിലി സ്കിന്നാണ്. അപ്പം ഞാൻ ഈ എവിടെയെങ്കിലും പോകുന്ന ദിവസമെല്ലാം ഞാൻ ഈ ഒരു മുൾട്ടാണി മിട്ടി ഞാൻ തേക്കും. ആ ഒരു സമയത്ത് ഓയിലൊന്ന് കുറഞ്ഞ പോലെ തോന്നും. ഞാൻ ഹെയർ നല്ലപോലെ ചീകി എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം ആക്കിയാൽ അമ്മയുടെ അടുക്കുന്ന ചീത്ത കേട്ടോ. എന്താ വെച്ചാൽ നിലത്ത് ഫുള്ള് തുറ്റും. അപ്പം ഞാൻ വിചാരിച്ചു നേരെ പുറത്ത് പോയിട്ട് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇതാ നിലത്തെ കുറ്റി. അമ്മ ഇപ്പം ഉള്ളിൽ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയത്രേ. അങ്ങനെ ഞാൻ നേരെ ഇതാ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഇത് തലയിൽ അപ്ലൈ ചെയ്താടും അത്യാവശ്യം നല്ലൊരു നീറ്റലുണ്ടാവും. അത് നല്ലൊരു സുഖമുള്ള നീറ്റലാണ്. നല്ലപോലെ തലയിൽ പിടിപ്പിച്ചു കൊടുക്കുക. ഞാൻ പണ്ട് മുതൽ അത്യാവശ്യം സ്കിൻ കെയർ നല്ലോണം ചെയ്യുക. ഹെയർ കെയർ ഞാൻ അങ്ങനെ ചെയ്യലേ ഇല്ല. അധികം ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലും ആയിട്ട് താളി തേക്കും തലയിൽ, അല്ലാണ്ട് അങ്ങനെ ഹെയറിനായിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ഹെയറിനായിട്ട് അങ്ങനെ ചെയ്യലേ ഇല്ല. താളി എപ്പോഴെങ്കിലും ഇങ്ങനെ അമ്മ ആക്കി തരുമ്പം തലയിലാക്കി പിടിപ്പിക്കുന്നല്ലാണ്ട് ഞാൻ കൂടുതലും സമയം കളയൽ ഈ സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്. ഹെയർ കെയറൊന്നും ഞാൻ അങ്ങനെ ചെയ്യലേ ഇല്ല. ഇപ്പോഴാണ് ഞാൻ ഹെയർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനിടയിൽ വന്നത് അച്ചച്ചൻ്റെ തലയാണേ. അച്ചച്ചൻ ഈ പത്രം വായിക്കാനും ബുക്ക് വായിക്കാനെല്ലാം പുറത്തൊരു മേശ ഇട്ടിട്ടുണ്ട്. അച്ചച്ചൻ്റെ മേശയുടെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഹെയറിന് ഈ പാക്ക് പിടിപ്പിച്ചു കൊടുക്കുന്നത്. ഹെയർ കെയർ ഒന്നും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം അത്യാവശ്യം തലയിൽ നല്ലപോലെ പിടിച്ച് നല്ല സെറ്റായി വരുന്നുണ്ട്. അപ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ നീറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു നീറ്റൽ മുഖത്തേക്കാണ് അതിൻ്റെ ആ ഒരു നീരൊലിച്ചിറങ്ങുന്നെങ്കിൽ ആ മുഖത്തേക്ക് വരെ ആ ഒരു നീറ്റൽ അങ്ങനെ ഉണ്ടാവും. അച്ഛനും അമ്മ എന്നോട് അപ്പുറത്ത് എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. അതാ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അച്ഛൻ എന്തെല്ലോ പറയുന്നുണ്ട് അപ്പുറത്തുനിന്ന്. അങ്ങനെ ഹെയറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബാക്ക് സൈഡിലും കൂടി പിടിപ്പിച്ചു കൊടുത്തു. ഞാനിപ്പോൾ സ്കാൽപ്പിൽ മാത്രമേ ആക്കുന്നില്ല, സ്കാൽപ്പിൽ മാത്രമേ വേണ്ടൂ. സ്കാൽപ്പിൽ ഫുള്ളൊന്ന് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഞാൻ എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. നല്ലോണം തന്നെ ആക്കിയിട്ടുണ്ട് അതിന് ഞാൻ. ഏകദേശം ഒരു കച്ചമ്പറിൻ്റെ എല്ലാം മണമാണ് കേട്ടാ. അത് വെച്ച് ഈ തൈരും കടുകെല്ലാം ആയതുകൊണ്ട് ഏകദേശം കച്ചമ്പറിൻ്റെ ഒരു മണമാണ്. ഒറ്റ വാഷിൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. ഒറ്റ വാഷിൽ തന്നെ നമുക്ക് ആ ഒരു ഡാൻഡ്രഫ് വന്നാലുണ്ടാകുന്ന നമുക്ക് ആ ഒരു കടിപ്പില്ല, അത് മാറിക്കിട്ടും. ബാക്കി വന്നത് അങ്ങനെ ഞാൻ എൻ്റെ തലയിൽ ഫുൾ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മുടിയെല്ലാം എടുത്തിട്ട് മുകളിൽ കൊണ്ട കെട്ടാന്ന് വിചാരിച്ചു. കുറച്ചു നേരം തല നല്ലപോലെ മസാജ് ചെയ്ത് ഫുള്ളൊന്ന് പിടിപ്പിച്ചു കൊടുക്കുക. ഞാൻ ഉലുവയാണ് അധികം ഈ ഒരു ഡാൻഡ്രഫ് വരുന്ന സമയത്ത് തലയിൽ അപ്ലൈ ചെയ്യല്. ഉലുവയും നല്ലതാണ്. ഉലുവ തലേന്നാൾ രാത്രിക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം തൈരിൻ്റെ അപ്പുറം അല്ലെങ്കിൽ നോർമൽ വാട്ടറിൻ്റെ അപ്പുറം നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് തലയിൽ പിടിപ്പിക്കുക. പക്ഷെ ഉലുവയുടെ പ്രശ്നം എന്താ വെച്ചാൽ അത് തലയിൽ നിന്ന് പോയി കിട്ടാൻ ഭയങ്കര പണിയാണ്. ഇതാകുമ്പം നമ്മൾ അരിച്ചിട്ട് തന്നെയല്ല എടുക്കുന്നത്. ഉലുവ നല്ല കട്ടിയൊരു പേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാവില്ലേ. അമ്മ അതിനടിയിൽ എനിക്ക് ചാമ്പക്ക പറിച്ചിട്ട് വാലിട്ടന്നു. പക്ഷെ ചാമ്പക്ക അത്ര ഒരു ടേസ്റ്റ് ഇല്ല, ഒരു വെള്ളം കയറിയ പോലെ ഉണ്ട് ചാമ്പക്ക. അപ്പം ഈ ഉലുവയും നല്ല അടിപൊളിയാണ്. ഉലുവയും തൈരും നല്ലപോലെ അടിച്ചെടുത്തിട്ട് തലയിൽ പിടിപ്പിച്ചാൽ നല്ലതാണ്. പക്ഷെ തലയിൽ നിന്ന് പോകാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു കേടിലേക്കും കടുകിലേക്കും മാറി. ഇതാകുമ്പം തലയിൽ നിന്ന് പെട്ടെന്ന് പോവും. നല്ലൊരു തണുപ്പ് വന്നിട്ട് തല നല്ലൊരു സുഖമാണ് ഇതാക്കി കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ തലക്ക് നല്ലപോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്.
രാവിലെ തൊഴിലുറപ്പിന് പോയ അമ്മമ്മ ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ അമ്മമ്മ വരല്. ഇനിയിപ്പം വന്നിട്ട് പറയാനും കുറേ കഥയുണ്ടാവും. അമ്മമ്മ വന്ന് കുറച്ച് കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞാവയും കൂടി വന്നു. ഇനിയിപ്പോൾ ഇവർ രണ്ടാളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കഥ നമ്മ ഇങ്ങനെ കേട്ടിരിക്കണം, ഞാനും അമ്മയും. കുഞ്ഞാവ് വന്നപ്പോഴേ ഓരോന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയിനി. അങ്ങനെ നമ്മ എല്ലാവരും കൂടി സിറ്റ് ഔട്ടിലിരുന്നിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു. അങ്ങനെ അമ്മമ്മ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇപ്പോഴേ നിർത്തൂല. ഇനിയിപ്പോൾ അമ്മമ്മ ഈ വീട്ടിലേക്ക് വൈകുന്നേരം വന്നത് വരെയുള്ള കാര്യം നമ്മ ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. പക്ഷെ കേൾക്കാനും നല്ല രസമാണ്. ഇവരെ തൊഴിലുറപ്പിന് പോയ സമയത്തില്ലേ ഓരോ കോമഡി ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയും. ഓരോരാളെ കോമഡിയിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. അങ്ങനെ കുറേ നേരം നമ്മ നാട്ടിൽ വർത്താനം പറഞ്ഞു. അതിനിടയിൽ കുഞ്ഞാവ് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. കുഞ്ഞാവക്കാണെങ്കിൽ ബിരിയാണി കഴിച്ചിട്ട് ആകെ മന്ദതയായി. വന്നാട് വന്നിട്ട് ആ പാൻറ്റിൻ്റെ കുടുക്ക് അവിടെ അയച്ചിട്ടിട്ട് ഈ വയറും പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന്. ഒക്കാണെങ്കിൽ ആകെ ഇത്രയും നേരം ആ പാൻറ്റ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ വയർ ഇറുകി മുറുകിയിട്ടാണ് ഉണ്ടായത്. വീട്ടിലേക്ക് വന്നാടോളം ആ കുടുക്കൽ അയച്ചിട്ട് വയറ് നല്ല വിശാലമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അമ്മമ്മ എപ്പോൾ ഈ പണിസ്ഥലത്ത് പോയിട്ട് വരുന്ന സമയത്ത് അവിടെ എന്താണോ ചായക്ക പലഹാരം ഉണ്ടായത് അത് അങ്ങനെ എനക്കും കുഞ്ഞാവൊക്കെ കൊണ്ടുതരും. അത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. അപ്പം ഇന്ന് പഴംപൊരിയാണ് ഉണ്ടായത്. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ബിരിയാണി എന്നിട്ട് വയറ് ഫുള്ളാണ്, അതുകൊണ്ട് നീ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ആ പഴംപൊരി ഞാൻ തീർത്തു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് പാക്കെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് സെറ്റായി വെച്ചിട്ട് സെറ്റായിട്ടാകുമ്പോൾ ഞാൻ നേരെ പോയി കുളിച്ചു. അമ്മക്കൊരു പണിയുണ്ട്. അതായത് ഈ 10 ഉറുപ്പിക കോയിനെല്ലാം എടുത്തു വെക്കുന്നൊരു സ്വഭാവമുണ്ട്. 10 ആയാലും 5 ആയാലും അമ്മ അതെല്ലാം സൂക്ഷിച്ചു വെക്കും. അപ്പം അത് എത്ര ആയിരുന്നില്ലത് അമ്മ ആടെ ഇരുന്നിട്ട് ഇങ്ങനെ എണ്ണയെന്ന് എത്ര പോലെ ആയിരുന്നില്ലത്. അങ്ങനെ ഞാൻ നേരെ പോയി കുളിച്ചു. കുളിച്ചപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരാശ്വാസം. എനിക്ക് എണ്ണ തേച്ച് കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ തണുപ്പുള്ള സമയത്തെല്ലാം എണ്ണ തേക്കുമ്പോൾ തണുപ്പ് കുറച്ചൊന്ന് കുറഞ്ഞ പോലെ തോന്നും. പണ്ട് മുതൽ എനിക്ക് എണ്ണ തേച്ച് കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഫേസിൽ അങ്ങനെ ആക്കില്ല. എന്താ വെച്ചാൽ എനിക്ക് ഫേസിൽ എണ്ണ ആക്കുന്ന സമയത്ത് പിമ്പിൾസ് വരലുണ്ട്. അതുകൊണ്ട് ഞാൻ ശരീരത്തിൽ മാത്രമേ ആക്കുകയുള്ളൂ. ഒന്നാമത് നമ്മളെ സ്കിന്ന് മിനുസാവാനെല്ലാം എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ അത്തറിനും സ്പ്രേക്കെല്ലാം പകരം യൂസ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. ഞാനിപ്പോൾ അങ്ങനെ അത്തറോ സ്പ്രേ ഒന്നും അങ്ങനെ മേടിച്ച് വെക്കുകയില്ല. ഈ ഒരു സാധനം തന്നെയാണ് മേടിക്കൽ. ഒന്നിന് 50 ഉറുപ്പിക അടുത്തേ വരുന്നല്ലോ. നമ്മൾ കുളിച്ചെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം നമ്മളെ കയ്യിലും അതുപോലെ കക്ഷത്തെല്ലാം തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് ഈ കുളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് അത്തറാക്കി വെക്കുന്നത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടണമെങ്കിൽ എനിക്കിതുപോലെ എന്തെങ്കിലും അത്തറോ സ്പ്രേയോ എന്തെങ്കിലും ഞാനിങ്ങനെ ഡ്രസ്സിൽ ഇങ്ങനെ അടിച്ചു വെക്കും. ഇപ്പം ഞാൻ അത്തറോ സ്പ്രേ എന്നല്ല യൂസ് ചെയ്യല്. ഈ ഒരു സാധനമാണ്. ഇത് ഒട്ടുമിക്ക എല്ലാ ഫാൻസിയിലും ഉണ്ടാവും. ഇതൊരു ക്രീമി ആയിട്ടാണ് വരുന്നത്. അപ്പം അവിടെ ചോദിച്ചാൽ എന്തായാലും കിട്ടും. അത്രേ വരുന്നില്ല, ഒന്നിന് 50 ഉറുപ്പിക വരുന്നില്ലോ. കുറേ ഉണ്ടായിനെ. അമ്മയും കുഞ്ഞാവും എന്താ പണിയെടുത്ത് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്തെടുത്ത് അവരത് തീർത്തു. ഇപ്പം അത് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇവർ രണ്ടാളും കൂടി എടുത്തെടുത്ത് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ അലേഖ സ്കൂളും വിട്ട് വന്നാടും ഒന്ന് കണ്ടത്തിലേക്കെല്ലാം പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പം അതിനിടയിലാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്കും അതുപോലെ തന്നെ ഹെയറിലെ പാക്കെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ മുഖത്ത് ഇതും തെച്ച് തലക്ക് ഇതും പിടിപ്പിച്ച് നേരെ കണ്ടത്തിലേക്ക് പോകാൻ കഴിയില്ലെന്ന് വിചാരിച്ചു. ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് ആ ഒരു ഭാഗവും അതുപോലെ തന്നെ അവിടെ ഒരു കുളമെല്ലാം ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിലെടുത്ത് കാണിച്ചു തരാമെന്നെല്ലാം വിചാരിച്ചാണ്. പിന്നെ ഈ കുളിച്ച് കഴിഞ്ഞാൽ കണ്ടത്തിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. പിന്നെ എനിക്ക് എത്ര കാലം കഴുകിയാലും ഒരു വൃത്തിയായിട്ട് തോന്നില്ല. കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ കുഴപ്പമില്ല, കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടത്തിലിറങ്ങാൻ ആകെ ഒരു മടി പോലെയാണ്. അപ്പോൾ വിചാരിച്ചു നമുക്ക് കണ്ടത്തിലെല്ലാം പോയിട്ട് വേറൊരു ദിവസം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ 3 ടൈപ്പിലുള്ളതാണ് മേടിച്ചിട്ടുണ്ടായത്. ഇതൊന്ന് ഫോഗ്, ബാക്കി രണ്ടിൻ്റെ പേരെന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഫോഗും നല്ല അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ഫോഗിൻ്റെ സ്പ്രേ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഡ്രസ്സിലെല്ലാം ആക്കി വെച്ചാലും നല്ലപോലെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ മുടി ഞാൻ കെട്ട് വീണുപോയി. എത്ര അയക്കാൻ നോക്കിയിട്ടും കിട്ടുന്നില്ല. എൻ്റെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പറയണം. ഞാനിത് വെറുതെ എടുത്തതാണ്. എന്താ വെച്ചാൽ ഇന്ന് വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിട്ടു. അപ്പം നിങ്ങൾക്ക് ഈ കുക്കിങ്ങിൻ്റെ എല്ലാം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. ചിലവർക്ക് ഈ വീഡിയോ ചിലപ്പം ബോറടിക്കും. എന്താ വെച്ചാൽ നമ്മ മാത്രമല്ലേ ഇല്ലൂ. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഏതായാലും ഞാൻ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൈൻ മൈ ലൈഫിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ പറയണേ ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതെന്നുള്ളത്. അങ്ങനെ അമ്മ എനിക്ക് ആ മുടി അങ്ങനെ അയച്ച് തന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ സൈഡിൽ ചിന്നിക്കുന്ന എടുത്താന്ന് കിട്ടിയത്. നമ്മളെ നാട്ടിൽ അതിനെ ചിന്നിക്കുന്ന എടുക്കില്ലെന്നാണ് പറയല്. ആ കിട്ടിയത് അവിടെ കെട്ട് വീണുപോയി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അണ്ടർ-ആം റോളറും നല്ല അടിപൊളിയാണ് സ്മെല്ല്. ഇത് യാഡ്ലിൻ്റെ ആണ്. ഇത് ഞാൻ മേടിച്ചിട്ട് കുറേ ആയി. നല്ലൊരു സ്മെല്ലാണ്. നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ ഞാനിത് കയ്യിലാക്കിയാൽ വൈകുന്നേരം രാത്രി വരെ അതുപോലെ നിൽക്കും. നമ്മൾ ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ലൊന്നും അറിയേയില്ല. നല്ല അടിപൊളിയാണ്. അപ്പം ഇതും നിങ്ങൾ എല്ലാവരും മേടിച്ച് നോക്കുക. ഇതെല്ലാം ഞാൻ ഓൺലൈനായിട്ടൊന്നല്ല മേടിച്ചത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഷോപ്പിൽ നിന്നാണ്, പയ്യന്നൂരിൽ നിന്ന് മേടിച്ചതാണ്.
എനിക്ക് കുളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ആക്കിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ, എന്നാലേ എനിക്കൊരു കുളിച്ചെന്ന് തോന്നൂലൂ. അപ്പം ഞാനിത് ഇട്ട് വെക്കുന്നൊരു പൗച്ചാണിത്. ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം ഇട്ട് വെക്കുന്നൊരു പൗച്ചാണിത്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്നെല്ലാം പറയാൻ അത്രമാത്രമൊന്നും ഇല്ല, ആകെ ഒരു രണ്ട് സെറം, പിന്നെ അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ എല്ലാം ഇതിലില്ലേ. അങ്ങനെ ഞാൻ നേരെ പോയി ചായ കുടിച്ചു. വൈകുന്നേരം വീട്ടിൽ കട്ടൻ ചായ നാക്കല്. കഴിക്കാൻ എന്താന്നില്ല നോക്കിയപ്പം ഈ ഒരു ഇതിനെന്താ പറയല്, ഈത്തപ്പഴം ഉണ്ടായത്. എനിക്ക് ഈത്തപ്പഴം അത്ര വലിയൊരു ഇഷ്ടമല്ല. ഈത്തപ്പഴം, പച്ച ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടം. അത് അച്ഛൻ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിന്, ആ ഒരു യെല്ലോ കളറിലില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ നല്ലോണം ആയാലും എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അതുപോലെ തന്നെ റസ്ക് ഉണ്ടായിന്, ബിസ്ക്കറ്റ് ഉണ്ടായിന്, ഇതൊന്നും എനിക്ക് അത്രയൊരു ഇഷ്ടമല്ല. അതിനിടയിൽ എനിക്കൊരു ബിസ്ക്കറ്റ് കിട്ടി, അതായത് ഈ ഒരു ഡാർക്ക് ഫാൻറ്റസിൻ്റെ ബിസ്ക്കറ്റ്. അപ്പം ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായലം കുടിച്ച ശേഷം ഞാൻ നേരെ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോയി. ഇന്ന് രാവിലെയും വൈകുന്നേരവും ഞാൻ തന്നെയാണ് കത്തിച്ചിട്ടുണ്ടായത്. വൈകുന്നേരവും ഞാൻ നേരത്തെ കുളിച്ചു, അപ്പോൾ വിചാരിച്ചു ഞാൻ തന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ആയിട്ട് ഞാൻ തന്നെയാണ് വിളക്ക് കത്തിക്കുക. ഞാൻ ഈ വിളക്ക് വെക്കുന്ന സമയത്ത് അച്ഛൻ പുറത്ത് നല്ല സൗണ്ടിൽ ഭക്തിയാനം വെച്ചിട്ടുണ്ട്. അച്ഛൻ ഈ ഒരു സമയത്തുള്ളധികം ഭക്തിയാനം വെക്കും. അപ്പം എനിക്ക് ആ വീഡിയോ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നും ബോറടിക്കുന്നില്ല, ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ നന്ന കുറവാണ് വ്ളോഗ് ഇടുന്നത്. എന്താ വെച്ചാൽ വീട്ടിൽ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് തന്നെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാനുള്ള നന്ന വൈകുന്നത്. ഇതുപോലെ ഞാൻ മാത്രം ഇല്ല വീഡിയോസ് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. എനിക്ക് എവിടെ ഒരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന്. എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്കൊന്നും ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല, അവിടെ ഞാൻ മ്യൂസിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇത് രാമായണത്തിൻ്റെ ബുക്കാണ് കേട്ടോ. ഇപ്പോൾ രാമായണ മാസമെല്ലാം വരാനായല്ലോ. അച്ഛൻ അധികവും ഈ രാമായണം വായിക്കും. ഒരു 2 വർഷം മുന്നേ അച്ഛൻ വായിക്കലുണ്ടായിന്. പിന്നെ ആ സുഖമില്ലാത്ത സമയം തൊട്ട് അച്ഛൻ വായിക്കൽ കുറഞ്ഞു, അങ്ങനെ അധികം വായിക്കലില്ല. ഇപ്പം രാവിലെ മടിയോടെ സ്കൂളിൽ പോയ ആളാണ്, ഇപ്പം ഇതാ വന്നിട്ടുണ്ട്. നേരത്തെ വന്നു, ഇപ്പം ഒരു സന്ധ്യാസമയമായി. നേരത്തെ വന്നിട്ടുള്ള ഓളെ വീട്ടിലാണ് ഉണ്ടായത്. ഇല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതാണ്. ഇന്ന് എന്തിയോ ഇന്ന് വരാൻ കുറേ വൈകും. ഇപ്പം കണ്ടത്തിൽ വെള്ളം നിറഞ്ഞോണ്ട് തന്നെ അലയ്ക്ക് ഭയങ്കര ചൊറയാണ്, നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. നമ്മൾ കഴിഞ്ഞ വർഷമെല്ലാം വെള്ളം നിറഞ്ഞ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി കുളത്ത് പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളത്തിൽ കളിക്കാനല്ലോ. അപ്പോൾ സ്കൂള് വിട്ട് വന്നാട് എന്നോട് കുഞ്ഞാനോട് പറയാം, നമുക്ക് കുളത്തിൽ പോവാം, കണ്ടത്തിൽ പോവാന്ന് ഇങ്ങനെ പറയും. പക്ഷെ കുളത്തിൽ ഇവളെയും കൊണ്ട് നമുക്ക് എന്തായാലും പറ്റൂല. കാരണം ഇവളെ ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്തൊരു സ്വഭാവമാണ്. വെല്ലാളുണ്ടെങ്കിൽ മാത്രമേ ഇവളെ കുളത്തിലേക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റൂ. വെല്ലാളെന്ന് പറഞ്ഞാൽ നീന്താൻ അറിയുന്ന ആള്. എനിക്ക് നീന്താനൊന്നും അറിയില്ല, എനിക്കും അറിയില്ല, കുഞ്ഞാൾക്കും അറിയില്ല. എനിക്ക് ഈ ചോക്കോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ഛൻ വരുന്ന സമയത്ത് ചോക്കോസ് മേടിച്ചിട്ടുണ്ടായിനി. വീട്ടിൽ ഞാൻ മാത്രമേ ചോക്കോസ് കഴിക്കൂ, വേറെ ആർക്കും ചോക്കോസ് അത്ര ഇഷ്ടമല്ല. കുഞ്ഞാൾക്കും അലേഖക്കും ബൂസ്റ്റാണ് മേടിച്ചിട്ടുണ്ടായത്. അലേഖയാണെങ്കിൽ എന്തെല്ലോ പറയുന്നുണ്ട്. അലേഖയുടെ വർത്താനം കേട്ടിരിക്കാൻ നല്ല രസമാണ്. എന്തെല്ലോ ബഗിട് പറയുന്നുണ്ട്. അങ്ങനെ അലേഖയുടെ വർത്താനം കേട്ടിട്ട് നമ്മ ഇങ്ങനെ ചിരിച്ചു. ഞാനാണെങ്കിൽ ഈ ചോക്കോസ് വെറുങ്ങനെ കഴിക്കുന്നത്, എനിക്കത് വെറുങ്ങനെ കഴിക്കാനേ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ ഈ പാലിലിട്ടിട്ട് കഴിക്കാൻ തന്നെ ഇഷ്ടം. അങ്ങനെ അമ്മ നമുക്ക് ചോക്കോസ് ആക്കി തരുമായിരുന്നു. ഫസ്റ്റ് ഞാൻ ആക്കാന്നാണ് വിചാരിച്ചത്, അപ്പോഴേക്കും അമ്മ ആക്കുന്നുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അമ്മേനെ ആക്കിക്കോട്ടെന്ന് വിചാരിച്ചു. ചോക്കോസ് കഴിച്ചിട്ട് വായി പൊളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ചോക്കോസിന് ഇടുന്ന ഈ പുളി വന്നതെന്നില്ല, എനിക്കറിയില്ല. എനിക്കത് തിന്നിട്ട് വായി എന്തെല്ലോ ആവുന്നമ്മ, ഈ വായി എരിയുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ തണുത്തോളം കുടിക്കാൻ എനിക്ക് തോന്നുന്നു, തണുത്തോളം കുടിക്കാനാണ് ഇപ്പം അങ്ങനെല്ലാം തട്ടിപ്പ് പറഞ്ഞത്. ഒക്കെ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ തണുത്തോളം കൊടുക്കലില്ല. തണുത്തോളം കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് വായി എരിയുന്നത്, വായി പൊളിക്കുന്നതെല്ലാം പറഞ്ഞത്. ചോക്കോസിന് ഇടുന്നാന്ന് ഈ പുളി വരുന്നത് എനിക്കറിയില്ല. ചോക്കോസിന് മധുരമല്ലേ ഉണ്ടാവില്ലേ. എന്തോ ഭാഗ്യത്തിന് ഫ്രിഡ്ജിൽ തണുത്തോളം ഉണ്ടായിട്ടാണ്. നമ്മളിപ്പോൾ തണുത്തോളം വെക്കൽ കുറവാണ്. കുഞ്ഞാവക്കും ഇതിനിടയിൽ നല്ല തൊണ്ടവേദനയും കഫക്കെട്ടെല്ലാം വന്നുകൊണ്ട് തന്നെ തണുത്തോളം ഇപ്പോൾ വെക്കലേ ഇല്ല. ഞാനും തണുത്തോളം കുടിക്കൽ നന്ന കുറവാണ്. ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. തണുത്ത വെള്ളം വീട്ടിൽ നിന്ന് അങ്ങനെ കുടിക്കില്ല. പുറത്തെല്ലാം പോലെ തണുത്തോളം തന്നെ ആയിരിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് എന്താണെന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരൊറ്റ ആവശ്യമുണ്ടായത് ഞാൻ തന്നെ ഗ്യാസ് ഓഫാക്കുന്നു. ഗ്യാസ് ഓഫാക്കാൻ നിൽക്കുമ്പോൾ അതിനിടയിൽ പേടിക്കുകയും ചെയ്തു, പാല് തിളച്ച് വരുന്ന കണ്ടിട്ട്. അങ്ങനെ അലേക്കും കുഞ്ഞാവക്കും ബൂസ്റ്റും എനിക്കിതാ ചോക്കോസും കൂടി ആക്കിയിട്ടുണ്ടായത്. ചോക്കോസ് ആകുമ്പോൾ നമുക്ക് ദാഹത്തിനുമായി വിശപ്പിനുമായി. എനിക്ക് ഈ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുഞ്ഞാവക്കെല്ലാം എന്തേന്ന് അറിയില്ല, ചോക്കോസ് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ചോക്കോസെല്ലാം കഴിച്ച ശേഷം അലേക്ക് ഓളെ വീട്ടിൽ പോയിട്ട് ഞാൻ എന്നാൽ ഇവിടെ തന്നെ കുളിച്ചോളാന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവിനെയും കൊണ്ട് ഓളെ വീട്ടിൽ പോയിട്ട് ഓളെ ഡ്രസ്സും എടുത്തിട്ട് ഇതാ വരുന്നുണ്ട്. ഒറ്റക്ക് പോകാൻ പേടിയായതുകൊണ്ട് കുഞ്ഞാവിനെയും കൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെ ഡ്രസ്സും എടുത്തിട്ട് ഇത് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പുറം ത്രിതു ഇല്ല, ത്രിതു ഓളെ അമ്മേരെ ഏട്ടൻ്റെ മോനാണ്. അപ്പം ത്രിതു ഇപ്പം കാവ്യേശ്ശേരി അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടാന്നല്ലേ.
അപ്പോൾ കുഞ്ഞ് ആടില്ലാത്തതുകൊണ്ട് ആൾക്ക് അപ്പുറം ഇരുത്തം വരുന്നുണ്ടാവില്ല. അങ്ങനെ ഡ്രസ്സ് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോഴേ പോകില്ല, കിടക്കാനാകുമ്പോൾ പോലും. ഒരു 9:45 10 മണിയിലാകുമ്പോഴേക്കും പുറത്ത് നല്ല ഇടിയും മിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. ടി വിയിലാണെങ്കിൽ ആകാശഗംഗ സിനിമയും. അങ്ങനെ ഞാനും കുഞ്ഞാവയും അച്ഛനും ഇരുന്ന് ആകാശഗംഗ സിനിമ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു ആ സിനിമ കാണാൻ. പ്രേതത്തിൻ്റെ സിനിമയാണെങ്കിലും നല്ല പേടിയും ഉണ്ട്. എന്നാലും രാത്രിക്ക് ഇങ്ങനെ ചോറെല്ലാം വെച്ച് ഈ ഒരു സിനിമ കാണുമ്പം വേറൊരു രസമാണ് ഉണ്ടായത്. അതിനിടയിൽ ഞാൻ കഞ്ഞി പോയിട്ട് കുടിച്ചു. എനിക്കാണെങ്കിൽ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട. ഇനിയിപ്പോൾ സ്കിൻ കെയറെല്ലാം ചെയ്ത് നേരെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്കാണെങ്കിൽ നല്ലോണം ഉറക്കം വന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.